എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്നിപ്പോൾ കോഴിക്കോട് ബീച്ചിലുള്ളത്. ഇപ്പോൾ 4ാമത്തെ ദിവസമാണ് മൺസൂൺ തുടങ്ങിയിട്ട്. എന്താ പറയുക, കേരളം മൊത്തം റെഡ് അലേർട്ടാണ്. ഇപ്പം ഇന്നത്തെ ദിവസം 3 ജില്ലകളിലാണ് റെഡ് അലേർട്ട്. അപ്പം എല്ലാവരും എന്താ പറയുക, കെയർഫുള്ളായിട്ട് ഇരിക്കേണ്ട ടൈമാണ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ബീച്ചിൻ്റെ ഭാഗമായിരുന്നു. ഇപ്പോൾ വെള്ളവിടം വരെ എത്തി. 4ാമത്തെ ദിവസത്തെ മഴ മൺസൂണിൻ്റെ. അപ്പം കടലിലൊരു എന്താ പറയുക, ബോട്ടും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. റെഡ് അലേർട്ടാണ് കംപ്ലീറ്റ് ആയിട്ട്. ഇന്ന് കുറച്ച് മഴ കുറവുണ്ട്. ബീച്ചിലുള്ള ആക്ടിവിറ്റീസൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്. ബോട്ടിംഗ് ആണെങ്കിലും ശരി, ബാക്കി എല്ലാ ആക്ടിവിറ്റീസും. കടൽ കണ്ടില്ല, ഇവിടം വരെ എത്തി. ഇവിടെയൊക്കെ വലിയ പ്ലേ ഏരിയയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ റോഡ് ഇതവിടെ തൊട്ടടുത്താണ് കാലിക്കറ്റ് ബീച്ചിൽ. ഇപ്പോൾ കടൽ ഇത്ര വരെ എത്തി. ആകെ 4 ദിവസത്തെ മഴ പെയ്തിട്ടുള്ളൂ. മൺസൂൺ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് കോഴിക്കോട് ബീച്ചിൻ്റെ അവസ്ഥ. ഇനി നമുക്ക് നേരെ ബൈപ്പാസിലേക്ക് പോവാം. ബൈപ്പാസിൽ ഇടിഞ്ഞ സ്ഥലമുണ്ട്, അതായത് മെയിൻ റോഡ് ഇടിഞ്ഞില്ലേ, NH66. അപ്പോൾ അതെവിടെ വെച്ചാൽ മലപ്പുറത്തല്ലേ? തലപ്പാറ അടുത്താണ്. അപ്പോൾ ബൈപ്പാസിലേക്ക് പോവാം. അവിടുത്തെ കാര്യങ്ങൾ കണ്ട് നോക്കാം. ഇവിടെയാണ് എക്സ്പ്രസ് ഹൈവേ ഇടിഞ്ഞ സ്ഥലം. വർക്കൊക്കെ നല്ല തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. ഈ താഴെ കാണുന്ന പുഴയൊന്നുമില്ല, നല്ല വയലാണ്. വെള്ളം നിറഞ്ഞിട്ട് മഴ പെയ്ത് വെള്ളം നിറഞ്ഞ് കിടക്കുകയാണ്. വെറുതെ ഇടിഞ്ഞല്ലേ. അവിടുന്ന് മുതൽ റോഡ് ബ്ലോക്ക്ഡാണ്. ഇതിന്റെ മുമ്പിന്ന് അതായത് താഴെ പച്ച ഇത് കണ്ടില്ലേ, ആ മണ്ണ് മുഴുവൻ താഴോട്ട് പോന്നു. അത് ആക്ച്വലി വയലിലേക്കാണ് വന്നത്. ഇതിൽ ക്ലിയർ ആയിട്ട് കാണാം താഴെ മണ്ണിടിഞ്ഞത്. ഒരുവിധം വർക്കൊക്കെ കംപ്ലീറ്റ് ചെയ്ത് തോന്നുന്നു അല്ലേ? റിപ്പയറിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ബ്രിഡ്ജിന്റെ മുകളിൽ ഇതാണ് റോഡിന്റെ അവസ്ഥ. അപ്പോൾ കറങ്ങി തിരിഞ്ഞ് കോഴിക്കോട് ബീച്ചിൽ തന്നെ എത്തി. നമുക്ക് ഇവിടുന്ന് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇതാണ് അവസ്ഥ. കേരളത്തിൽ മൊത്തം റെഡ് അലേർട്ട്, ഓറഞ്ച് അലേർട്ടൊക്കെയാണ്. അപ്പോൾ എല്ലാവരും കെയർഫുള്ളായിരിക്കണം. മഴ നിർത്താതെ പെയ്യാണ് 4-5 ദിവസമായിട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. എല്ലാവരോടും ബൈ ബൈ.